ഹായ് ഡിയേഴ്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അവസാനമായിട്ട് എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ അവൾ എന്തായാലും കേൾക്കാതിരിക്കില്ല. എന്തായാലും നമ്മുടെ മകൻ്റെ ജീവിതം ഈ അവസ്ഥയിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നമില്ലാതെ പോലെ നിങ്ങൾ നിൽക്കുന്നത്. അവൻ്റെ ജീവിതം ഓരോ നിമിഷമായിട്ട് ഇവിടെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇതിനൊരു കാര്യം കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ സിദ്ധാർത്ഥിനോട് പറയുമ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാണ് ഇതിനൊക്കെ, അല്ലെങ്കിലും അവൻ തന്നെ വരുത്തി വെച്ചതാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ. അവൻ്റെ സ്വന്തം ഭാര്യ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തത്. ഇതിനെക്കുറിച്ച് ഞാൻ അവളോട് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായങ്ങളും ശരികളും പോലും ഇപ്പോൾ എന്തായാലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അവളെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും അവൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യില്ല. നീ ഒരു അമ്മയാണെങ്കിൽ, നീ ഒരു സ്ത്രീയല്ലേ, എന്തായാലും നിനക്ക് ഒരു പെണ്ണിൻ്റെ വേദന മനസ്സിലാവില്ലേ? പിന്നെ നീ എന്തിനാണ് സ്വന്തം മകനെ തെറ്റ് ചെയ്തിട്ടും അതിനെ ഇങ്ങനെ ന്യായീകരിച്ച് അവളുടെ ജീവിതം കൂടെ ഇല്ലാതാക്കുന്നത്? അവളെന്തായാലും ഇപ്പം എടുത്ത് ഇത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവൾക്കത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൾ ഈ വീട് വിട്ട് തന്നെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ദേവിക അങ്ങനെ ചെയ്യാത്തൊരു കുട്ടിയാണ്. അത് എല്ലാത്തിനും കാരണം അവൻ തന്നെയാണ്, നിൻ്റെ മകൻ. അത് നീ അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. ഇസബെല്ലയായിട്ട് അവനൊരു പെണ്ണിനുമായിട്ട് ഒരു ബന്ധമുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ അവൾ കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യവും സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് അവൻ്റേത് എന്നൊക്കെ സിദ്ധാർത്ഥൻ നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ദേവികയാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ഇപ്പോൾ ദേവിക്ക് ആകെയുള്ള ഒരു ആശ്വാസ വാക്ക് കൊടുക്കാനും നമ്മുടെ ദേവികയെ സഹായിക്കാനുള്ള ആകെയുള്ള ഒരാളാണ് ചന്ദ്രമതി. അതിനുശേഷമാണെങ്കിൽ ദേവികയുടെ സങ്കടങ്ങളെല്ലാം കേട്ടതിന് ശേഷം ദേവികയാണെങ്കിൽ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ വേറെ ആരും ഇല്ല സങ്കടങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഭർത്താവാണെങ്കിൽ അന്ന് റിസോർട്ടിൽ ആ ഇസബെല്ലയുടെ കൂടെ നിൽക്കുന്നത് കണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അതൊന്നും വിട്ടു മാറുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ലയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും നന്ദു നിൻ്റെ ഫയലെടുത്ത് അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇസബെല്ലയ്ക്ക് തന്നെയാണ്. ആ ഫയൽ കൊടുത്തിരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് അവനിതൊക്കെ ചെയ്തത്. എന്തിനു വേണ്ടിയാണ് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതിയും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവിക്കാണെങ്കിൽ ആകമൊത്തം സങ്കടം ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി എന്തായാലും അയാളായിട്ടുള്ളൊരു ജീവിതം എനിക്കിനി സ്വപ്നം പോലും കാണാൻ വയ്യ. എന്തായാലും ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. ചന്ദ്രോത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ആ ഒരു ദുഷിച്ച സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇനി അയാൾ എന്തൊക്കെ ചെയ്താലും അയാളുടെ ജീവിതത്തിലോട്ട് ഇനി ഞാൻ തിരിച്ചു പോവില്ല എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതിയോട് നമ്മുടെ ദേവിക പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ല ആണെങ്കിൽ നമ്മുടെ കെവിനോടും ഐസക്കിനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ പോലും നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് ദേവിക എന്ന് പറയുന്ന അവൾ വരാൻ പാടില്ല. ഇനി ഞാനും നന്ദുവാണ് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്കിടയിൽ ഒരാൾ പോലും ഇനി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇസബെല്ലയുടെ ഈ ഒരു ഭാവമാറ്റം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന നമ്മുടെ ഐസക്കിനെയും ഋഷിയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ. അങ്ങനെ ഇസബെല്ല ആണെങ്കിൽ ഋഷിയുടെ കേസിനെ പറ്റി എന്തായാലും നന്ദുവിനോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ അവന് പേടി ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും നന്ദു ദേവികയുടെ മാത്രം ആവാൻ പാടില്ല, നന്ദു ഇനി എനിക്ക് സ്വന്തമാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഇത് കണ്ട് കെവിനാണെങ്കിൽ ആകമൊത്തം ഭയങ്കര അമ്പരന്ന് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ ശാരിക കെവിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ ചേച്ചി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാത്തത്. ഇന്നലെ പിന്നെ ചേച്ചിയാണെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ. എന്തായാലും അതുമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് ഞങ്ങളുടെയും തീരുമാനം. ഇങ്ങനെയൊക്കെയാണ് ശാരിക കെവിനോട് വിളിച്ച് പറയുന്നത് തന്നെ. ശാരികയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നമ്മുടെ കെവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. സ്നേഹിക്കുന്നവർ പിരിഞ്ഞ് അതെന്തുമാത്രം സങ്കടമാണെന്ന് കെവിൻ ഇപ്പോൾ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന അവസ്ഥയിലാണ് എത്തിപ്പെടുകയും ചെയ്യുന്നത് തന്നെ. അപ്പോഴാണ് ശാരികയും കെവിനും സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ശാരികയുടെ ചേച്ചിയായ ദേവിക അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് ദേവിക ചോദിക്കുന്നുണ്ട്, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് ചേച്ചിയോട് സമയമാകുമ്പോൾ പറഞ്ഞോളും. ചേച്ചി എന്തൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ ഇപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ചേച്ചി ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് ഒന്നും അന്വേഷിച്ചും ഇങ്ങോട്ടേക്ക് വരേണ്ട. ശാരികയാണെങ്കിൽ ദേവികയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദേവികയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നുമോളെ, എനിക്ക് വന്ന അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇതാക്കുന്നത്. എന്തായാലും നീ സ്നേഹിക്കുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അയാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വിവാഹം നടത്തുകയുള്ളൂ. അതിൽ ഒരു സംശയമില്ല. എന്തായാലും എനിക്ക് വന്ന അവസ്ഥ എൻ്റെ അനിയത്തിക്ക് വരാൻ പാടില്ല എന്നുള്ള കാര്യം ദേവികയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നന്ദനാണെങ്കിൽ ഇങ്ങനെ ദേവികയോട് എല്ലാ കാര്യങ്ങളെ പറ്റി തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ തീർച്ചയായും ദേവികയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നല്ല ചാൻസും ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബൈ.